ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ രാമക്കൽമേട് പോയ വീഡിയോ ആണ്. എല്ലാം കൂടി എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഓൾറെഡി ഞാൻ അവിടെ വ്ളോഗ് എടുത്തിട്ടുണ്ട്, ആ കൂട്ടത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് രാമക്കൽ വ്യൂ പോയിന്റ് ആണ്, അവിടേക്ക് കയറുമ്പോൾ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂട്ടോ അത്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാമക്കൽമേടിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ രാമക്കല്ലിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് രാമക്കല്ല്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ രാമക്കൽമേട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യൂ പോയിന്റ് ആണ്. അത് മിസ്സാക്കരുത്, എന്തായാലും നിങ്ങൾ കാണണം. അത്ര അതൊക്കെ വരുന്നതൊക്കെ വല്ലാത്തൊരു വൈബാണ്. അപ്പൊ നമ്മളെല്ലാവരും, ഞാനങ്ങോട്ട് കയറാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ക്ഷീണം മാറിയിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. അപ്പോൾ ഞാൻ ടൂറ് പോയ വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. ഇപ്പൊ തൽക്കാലം ഞാൻ എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിട്ടുള്ള കേട്ടോ. എല്ലാരും ഹായ് പറഞ്ഞോളൂ. ഹായ്. ഇവിടെ അപ്പൊ നമ്മള് കൊറേ പേര് രാമക്കല്ല് മേളിൽ കയറിയിട്ടുണ്ട്. നമ്മളും ക്ഷീണിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാരും ഇവിടെ വരുന്നവരൊക്കെ ഈ രാമക്കല്ല് കണ്ടിട്ടേ പോകാം കേട്ടോ. ഓക്കെ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് വന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവാൻ പറ്റും. നമ്മള് രാമക്കല്ലിലേക്ക് കയറുന്ന വീഡിയോ ആണിത്. അത്യാവശ്യം ഡേഞ്ചർ ഏരിയ ആണ് കേട്ടോ. അപ്പൊ ഇതിനെങ്ങാനും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴെ പോവും, പൊടി പോലും കിട്ടൂല, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി പേര് അപകടം നടന്നിട്ടുമുണ്ട്, ഒത്തിരി പേര് അറിഞ്ഞുകൊണ്ട് വീണവരുണ്ട്. അങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ കയറാനായിട്ട് കേട്ടോ. കാരണം കയറുന്നതും ഇറങ്ങുന്നതും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അങ്ങനെ ഇത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാടിൻ്റെ ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോവാം, പക്ഷേ സേഫാണ്, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നമുക്ക് പോവാം. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ അവിടെ എത്തി. രാമക്കല്ല് മേളിലൊക്കെ കയറി. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് വീഡിയോ ഇതിൽ കൂട്ടത്തിൽ എഡിറ്റ് ചെയ്താണ് കേട്ടോ. അതാണ് ഞങ്ങളെ ബോസ് സാറ്. വളരെ എൻ്റർടൈൻമെൻറ്റ്, ഞങ്ങൾക്ക് കൂടെ A to Z കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ സാറ് ഞങ്ങൾ കട്ടക്ക് നിന്നിട്ടുണ്ട്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കൂട്ടത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എഡിറ്റ് ചെയ്താണ് ഓൾറെഡി. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസ് ഓൾറെഡി എടുത്ത കൂട്ടത്തിൽ ആഡ് ചെയ്ത്, കാരണം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഒരുപാട് വീഡിയോസ് ഉണ്ട്, കാണുന്നവർക്കും മടുപ്പ് വേണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പാട്ടിടാത്തത്. അങ്ങനെ പോയപ്പോഴുള്ള രസകരമായ വീഡിയോസാണ് കേട്ടോ. അങ്ങനെ അവിടെ എൻജോയ്മെൻറ്റ് ചെയ്തു. ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ പോരുകയാണ്. പോരുന്നതും കെയർ ചെയ്യണം, കാരണം കുറച്ച് റിസ്ക് ആണ് പോരാനായിട്ട്. അങ്ങനെ എഡിറ്റിങ്ങിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടാവും കേട്ടോ. കാരണം അത് പെട്ടെന്ന് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഓൾറെഡി ഞാൻ വ്ളോഗ് എടുത്ത് വെച്ചതുകൊണ്ട്. അങ്ങനെ ഞങ്ങളെ യാത്രയിലെ രസകരമായ സംഭവങ്ങൾ നെക്സ്റ്റ് വീഡിയോകളിൽ വരും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.